സർഗകൈരളി ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഗണപതി എന്ന ബാലകഥയുടെ മൂന്നാം ഭാഗം കേൾക്കാം. രചന വിജയാശാന്തൻ കോമളപുരം. അവതരണം ഗായത്രി ജഗദീശൻ. പാപ്പാങ്കൾ വളരെ താമസിച്ചാണ് എഴുന്നേറ്റത്. കാപ്പിയുമായി ചെന്ന് ഭാര്യ സുനന്ദയോട് ഗണേശനെ തിരക്കി. അവൻ ഗണപതിയുമായി ആറ്റുതീരത്തേക്ക് പോയി. വിടേണ്ടിയിരുന്നില്ല. അവന് പരിചയമില്ലാത്ത സ്ഥലമല്ലേ. എന്തിനാ പരിചയം? ഗണപതിയല്ലേ കൂട്ടിക്കൊണ്ടുപോയത്. പിന്നാലെ മോളും പോയിട്ടുണ്ട്. ഞാനൊന്ന് പോയി നോക്കട്ടെ. ഞാനും വരുന്നു. അവർ രണ്ടാളും ആറ്റുതീരത്തേക്ക് നടന്നു. നടക്കുന്നതിനിടയിൽ സുനന്ദ പറഞ്ഞു, 2 ദിവസം മുമ്പ് പണിക്കർ ചേട്ടൻ വന്നിരുന്നു. നാളെ ഞായറാഴ്ചയല്ലേ, മോളെ കാണാൻ ഒരു കൂട്ടർ വരുമെന്ന് പറഞ്ഞു. എത്രയും പെട്ടെന്ന് ഒരാളുടെ കയ്യിൽ പിടിച്ചേൽപ്പിക്കുന്നതാ നല്ലത്. അത്രയെങ്കിലും സമാധാനം കിട്ടും. കമലമ്മയെ പേടിച്ചിട്ടാ ആനവേട്ടക്കാർ ഉപദ്രവിക്കാൻ വരാത്തത്. ഇങ്ങനെ പലതും സംസാരിച്ച് ആറ്റുതീരത്തെത്തി. ഗണേശൻ ഓരോന്ന് പറഞ്ഞ് ആനയെ പഠിപ്പിക്കുന്നു. മനസ്സിലാകാത്ത കാര്യങ്ങൾ അഭിനയിച്ച് കാണിക്കുന്നുമുണ്ട്. മകൾ സോനു ഇതെല്ലാം കണ്ടുകൊണ്ട് ഒരു കല്ലിലിരിക്കുന്നു. എനിക്കും നിനക്കും ഒരേ ദൈവത്തിന്റെ പേരാ. പക്ഷേ എന്റെ യഥാർത്ഥ പേര് എന്താണെന്നോ? അർജുൻ. പാപ്പാങ്കൾ വിളിക്കുന്നതാ ഗണേശൻ എന്ന്. ഇപ്പോൾ എന്റെ പേര് അർജുൻ എന്നല്ല, ഗണേശൻ എന്നാ. എനിക്കിഷ്ടായി. പറയുന്നതിനെല്ലാം തുമ്പിക്കൈ ആട്ടി കാണിച്ചുകൊണ്ട് വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്നു. ഇടയ്ക്കിടെ തുമ്പിക്കൈയിൽ വെള്ളമെടുത്ത് ചീറ്റിച്ചു. അവൻ ആനയുടെ തുമ്പിക്കൈയും നെറ്റിത്തടവും ഉരച്ചു വൃത്തിയാക്കി. ചെവിയും പിൻഭാഗവും വൃത്തിയാക്കാൻ ഗണപതി കുനിഞ്ഞുകൊടുത്തു. ഇങ്ങനെ ദേഹം മുഴുവൻ ഉരച്ചു കഴുകാൻ പാകത്തിന് പല പോസുകളിലായി ഗണപതി കിടന്നു. വെള്ളത്തിൽ മുങ്ങിക്കിടന്ന അവന്റെ മുതുകിൽ ഗണേശൻ ഇരുന്നുകൊണ്ട് എല്ലായിടവും ഉരച്ചു മിനുക്കിക്കൊണ്ടിരുന്നു. ഒരു ദിവസം നമുക്കെന്റെ വീട്ടിൽ പോകണം. അങ്ങ് ദൂരെയാ. വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്നറിയാമോ? പപ്പ, മമ്മി, അനിയത്തി. അഞ്ജുന അനിയത്തിയുടെ പേര്. 2 പട്ടിയുണ്ട്, കൈസറും ടൈഗറും. കള്ളന്മാരെ മണത്തു പിടിക്കും. പക്ഷേ അവന്റെ കണ്ണുകൾ നിറഞ്ഞു. വെള്ളമെടുത്ത് മുഖം കഴുകി. എന്തോ മനസ്സിലായതുപോലെ ഗണപതി കരയ്ക്കു കയറി. അവനെ തുമ്പിക്കൈയിൽ തൂക്കിയെടുത്ത് വീട്ടിലേക്ക് നടന്നു. ഗണപതി ചേട്ടാ, എന്നെ താഴെ ഇറക്ക്. ഗണപതി കേട്ട ഭാവം കാണിച്ചില്ല. പാപ്പാങ്കളും ഭാര്യയും മകളും പരിഭ്രമിച്ചു. എന്തിനുള്ള പുറപ്പാടാ? അവനെയും കൊണ്ട് ഗണപതി അമ്മയാനയുടെ അടുത്തെത്തി. അവളുടെ പുറത്തിരുത്തി. കമലമ്മേ, അവനെ താഴെ ഇറക്ക്. പാപ്പാങ്കൾ പറഞ്ഞത് അവൾ അനുസരിച്ചു. ഇന്നു മുതൽ എന്റെ അമ്മ നിന്റെയും അമ്മയാ. ഗണപതിയുടെ പ്രവൃത്തിയിൽ നിന്നും ഇത് മനസ്സിലാക്കാൻ പറ്റും. ഗണപതി അവനെ സ്നേഹിച്ചു തുടങ്ങിയിരിക്കുന്നു. പാപ്പാങ്കൾ ഗണപതിയെ പ്ലാവിൻ ചുവട്ടിൽ തളച്ചു. ഏട്ടാ, ഞാൻ പറഞ്ഞ കാര്യം ഓർമ്മയുണ്ടല്ലോ. അങ്ങാടിയിൽ പോയി എന്തെങ്കിലും വാങ്ങണം. ശരി ശരി, വാങ്ങാം. ഗണേശനും ചിലതൊക്കെ വാങ്ങണം. മോളും കൂടി പോരട്ടെ. മോളെ സോനു, വേഗം കുളിച്ചൊരുങ്ങ്. അച്ഛൻ്റെ കൂടെ അങ്ങാടിയിൽ പോകണം. ഗണേശന് എന്തൊക്കെയോ വാങ്ങണം. ശരി അമ്മേ. ഗണേശ, നീയും റെഡിയായിക്കോ. നമ്മൾ രണ്ടാൾക്കും കൂടി അച്ഛൻ്റെ കൂടെ പോകാം. വേണ്ട ചേച്ചി, ഞാൻ വരുന്നില്ല. അതെന്താ? എനിക്ക് പേടിയാ. എന്നെ ആരും കാണണ്ട. അയ്യേ, എന്താ ഈ പറയുന്നത്? വേണ്ട ചേച്ചി, ഞാൻ വരുന്നില്ല. ഗണപതി ചേട്ടന്റെ കൂടെ നിന്നോളാം. പേടിയൊന്നും വേണ്ട. അച്ഛനും ഞാനും കൂടെയില്ലേ. എന്തിനാ പേടിക്കുന്നത്? അവന്റെ മുഖത്തെ പ്രസന്നത മാഞ്ഞു. ആകെ വിളറി വെളുത്തതുപോലെ. അച്ഛാന്ന് വിളിച്ചുകൊണ്ട് സോനു അച്ഛന്റെ അടുത്തേക്ക് ഓടി. അച്ഛനും അമ്മയും കൂടെ പോയാൽ മതി. ഞങ്ങൾ രണ്ടാളും വരുന്നില്ല. അച്ഛനും അമ്മയും പോയി കഴിഞ്ഞു. സോനു അവന്റെ ബാഗ് അലമാരിയിൽ വയ്ക്കാനെടുത്തു. ചേച്ചി. അവൻ ബാഗ് വാങ്ങി. അതിൽ പുസ്തകവും ഒരു പഴന്തുണി കെട്ടുമുണ്ടായിരുന്നു. അവൻ പഴന്തുണി കെട്ടഴിച്ചു. അതിൻ്റെ അകത്ത് തീപ്പെട്ടിയുടെ വലിപ്പമുള്ള ഒരു കുഞ്ഞു പെട്ടി കണ്ടു. കൗതുകം തോന്നി സോനു കയ്യിലെടുത്തു. ചേച്ചി, സൂക്ഷിച്ച്. അതിനുള്ളിൽ എൻ്റെ ഡാഡിയുടെ ജീവനാ. അവൻ ആ കുഞ്ഞൻ പെട്ടി വാങ്ങി നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ഇതൊരിക്കലും നഷ്ടപ്പെടുത്തരുതെന്ന് മമ്മി പ്രത്യേകം പറഞ്ഞു. ഇതിനകത്തിരിക്കുന്നത് വളരെ വിലപ്പെട്ടത് എന്തോ ആണ്. ഡാഡി ലോക്കറിൽ വെക്കാൻ മമ്മിയുടെ കയ്യിൽ കൊടുത്തതാ.
പക്ഷേ പോകാൻ റെഡിയായപ്പോഴേക്കും ആരൊക്കെയോ വീട്ടിൽ കയറി വന്നു. കൈസറും ടൈഗറും അവരെ നേരിട്ടു. ആ സമയം മമ്മി ഇതെല്ലാം ബാഗിലാക്കി എങ്ങോട്ടെങ്കിലും സുരക്ഷിതനായി പോകാൻ പറഞ്ഞു. ഒരിക്കലും ഇത് നഷ്ടപ്പെടുത്തരുതെന്നും പറഞ്ഞു. മോന്റെ പപ്പ ആരാ? ഒരു IPS ഓഫീസറാ. മമ്മിയുടെ പപ്പയും ഒരു IPS ഓഫീസറായിരുന്നു. മമ്മിക്ക് ഇപ്പോൾ ആരുമില്ല. മമ്മിയെ മമ്മിയുടെ പപ്പായുടെ ഒരു ഫ്രണ്ടാ വളർത്തിയത്. മമ്മിക്കൊരു ബ്രദറുണ്ട്, അർജുൻ. ആ ഓർമ്മയ്ക്കാ എനിക്ക് അർജുൻ എന്ന് പേരിട്ടത്. മരിച്ചുപോയതാണോ? അവൻ ചേച്ചിയുടെ വായ് പൊത്തി. എന്റെ അങ്കിൾ മരിച്ചതല്ല. ഇപ്പോൾ എനിക്ക് സംഭവിച്ചതുപോലെ ഒരാപത്തിൽ നിന്നും രക്ഷപ്പെടാൻ എങ്ങോട്ടോ ഓടിപ്പോയതാ. ചേച്ചി, ചേച്ചിക്ക് ക്യാഷിന്റെ ആവശ്യം വന്നാൽ പറഞ്ഞാൽ മതി. എത്ര വേണമെങ്കിലും തരാം. എന്റെ കയ്യിൽ ATM കാർഡുണ്ട്. അവൻ പറയുന്നതെല്ലാം അമ്പരപ്പിക്കുന്ന ഒരു കഥ കേൾക്കും പോലെ സോനു കേട്ടിരുന്നു. ചേച്ചി, പത്രം കിട്ടുമോ? കിട്ടിയിരുന്നെങ്കിൽ നാട്ടിലെ വിശേഷങ്ങൾ അറിയാമായിരുന്നു. ഫോൺ ചെയ്താൽ പോരെ? അത് അപകടമാ. ഫോൺ ചെയ്യരുതെന്ന് മമ്മി പ്രത്യേകം പറഞ്ഞു. എന്തെങ്കിലും കാര്യം കാണും. ശരിയാ, നിനക്ക് പഠിക്കാൻ പോകണ്ടേ? ചേച്ചി പഠിപ്പിച്ചാൽ മതി. അത് ശരിയാവില്ല. നീ CBSE അല്ലേ, ഞാൻ വെറും മലയാളം. മാത്സ് ഒന്നും പറഞ്ഞു തരാൻ പറ്റില്ല. ഇവിടെ അടുത്തൊരു ഹൈസ്കൂൾ ഉണ്ട്, മലയാളം മീഡിയമാ. അവിടെ പഠിച്ചതുകൊണ്ട് നിനക്ക് പ്രയോജനമില്ല. എല്ലാ വിഷയത്തിനും കൂടി 2 സാറുമാരാ ഉള്ളത്. കുട്ടികൾ എല്ലാ ഡിവിഷനിലും കൂടി 105-ൽ കൂടുതൽ കാണില്ല. ടൗണിലുള്ള സാമൂഹ്യ പ്രവർത്തകർ ആരൊക്കെയോ വന്നാ പഠിപ്പിക്കുന്നത്. അതാ അച്ഛനും അമ്മയും വരുന്നു. അവൾ ഓടിച്ചെന്നു. മോളെ, ഗണേശൻ അകത്തുണ്ട്. പത്രം വാങ്ങാൻ ഗണേശൻ പറഞ്ഞിരുന്നോ? അമ്മ പത്രം എടുത്ത് നീട്ടി. അവൾ പത്രം വാങ്ങി നിവർത്തി നോക്കി. ഫ്രണ്ട് പേജിലെ വാർത്തയും ഫോട്ടോയും കണ്ട് ഞെട്ടി. ഗണേശന്റെ ഫോട്ടോ കൊടുത്തിരിക്കുന്നു. ആരോ തട്ടിക്കൊണ്ടു പോയെന്നും കൂടാതെ SP ഓഫീസ് ബോംബിട്ട് നശിപ്പിച്ചെന്ന വാർത്തയും. അവൾ അകത്തേക്കോടി. ഗണേശന് വാർത്ത കാണിച്ചു കൊടുത്തു. അവൻ ചിരിച്ചു. നീ എന്താ ചിരിച്ചത്? വ്യാജ വാർത്തയാ, പേടിക്കുകയൊന്നും വേണ്ട. എന്നെ തട്ടിക്കൊണ്ടുപോയി വില പേശാനായിരുന്നു അവരുടെ പ്ലാൻ. മമ്മി ആ പ്ലാൻ പൊളിച്ചു. അടുത്ത വീട്ടിലെ ബാൽക്കണിയിൽ നിന്നാ എന്നെ താഴെ ഇറക്കിയത്. 15 സാരിയാ ഉപയോഗിച്ചത്. നേരെ ഉത്സവപ്പറമ്പിൽ വന്നു. അവിടെയാകുമ്പോൾ ധാരാളം ആൾക്കാർ കാണുമല്ലോ, ഒപ്പം പോലീസും. കുട്ടികൾ ആനയുമായി കളിക്കുന്നത് നോക്കിയിരുന്നു. കൂട്ടത്തിൽ സ്വപ്നവും കണ്ടു. ആനപ്പുറത്ത് സവാരി ചെയ്താൽ ആരും കണ്ടുപിടിക്കില്ലല്ലോ. അവസാനം എങ്ങനെയോ പാപ്പാങ്കളിന്റെ കൂടെ കൂടി. രണ്ടുപേരും കൂടി പാപ്പാങ്കിൾ കൊണ്ടുവന്ന് കിറ്റ് തുറന്നു. പെൺകുട്ടികൾക്കുള്ള വസ്ത്രങ്ങൾ. അച്ഛാ, ഇത് പെൺകുട്ടിയുടെ ഡ്രസ്സാണല്ലോ, മാറിപ്പോയോ? മാറിപ്പോയതൊന്നുമല്ല, അറിഞ്ഞുകൊണ്ട് തന്നെ വാങ്ങിയതാ, അമ്മ പറഞ്ഞു. കിറ്റിനുള്ളിലെ മറ്റു സാധനങ്ങളും പുറത്തെടുത്ത് കാണിച്ചു. പെൺകുട്ടികൾക്കുള്ള സാധനങ്ങളാ. മുടി വളരാൻ സമയമെടുക്കും. അതുകൊണ്ട് തലയിൽ വെക്കാനുള്ള വിഗ് വരെയുണ്ട്. ഇവനെ ആരെങ്കിലും തിരിച്ചറിഞ്ഞാൽ കുഴപ്പമാ. മോളെ, ഉച്ച കഴിഞ്ഞ് ആരോ വരുമെന്ന് പണിക്കര് ചേട്ടൻ പറഞ്ഞില്ലേ? അവർ വരും മുമ്പ് ഇവനെ പെൺകുട്ടിയാക്ക്. ശരി അമ്മേ. അവൾ ഒരു ഫ്രോക്ക് എടുത്ത് വച്ചു നോക്കി. കൊള്ളാം, ഇതു മതി. ഇട്ടിരുന്ന വസ്ത്രങ്ങൾ മാറ്റി ഫ്രോക്ക് ഇട്ടുകൊടുത്തു. മഞ്ഞ നിറത്തിലുള്ള ഉടുപ്പ്, അതിൽ നിറയെ കൊച്ചു കൊച്ചു വർണ്ണ തുമ്പികൾ. കാണാൻ നല്ല ഭംഗി. അഞ്ജനം കൊണ്ട് അവന്റെ കണ്ണെഴുതി, വാലിട്ടു, പൊട്ടു തൊടുവെച്ചു. തലയിൽ വിഗ് ഫിറ്റ് ചെയ്തു. മുടിക്ക് നീളം അല്പം കുറവായിരുന്നു. അല്ലെങ്കിൽ വേണ്ട, വിഗ് മാറ്റി. പുറത്തു പോകുമ്പോൾ വെച്ചാൽ മതി. അവസാനം മിനുക്കുപണിയും നടത്തി. അവൻ സുന്ദരിയായ ഒരു പെൺകുട്ടിയായി. കണ്ണാടിയിൽ നോക്കിയപ്പോൾ അവന് നാണം വന്നു. ഈ കഥയുടെ അടുത്ത ഭാഗവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.